മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് എൻ്റർ ആവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, അടുത്ത 5 കൊല്ലം ആര് ഇന്ത്യ ഭരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്ന നിർണായക ദിവസമാണെന്ന്. ഈ വോട്ടെണ്ണൽ ദിനത്തിൽ മുഴുവൻ പ്രേക്ഷകരുടെയും പിൻബലത്തോടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾക്കറിയാം, മലയാള ടെലിവിഷനിൽ ഇത്രയും വലിയൊരു യുദ്ധം ചാനലുകൾക്കിടയിൽ നടന്നിട്ടില്ല. കാരണം അത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ടെൻഷനൊന്നുമില്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പൊളിക്കും. ഓക്കെ, ഹലോ വിജയകുമാർ, ഇപ്പോഴും ജീവനോടുണ്ടോ? ആഷ്മിന്റെ ജീവനോടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തൊക്കെയാ, എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ? നടന്നു വന്നപ്പോഴേ ഒരു ഡാൻസ് സ്റ്റെപ്പ് കാണിച്ചിരുന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ശിവായണേശ് അഭിനയിച്ച തങ്കപ്പതക്കം സിനിമ ഓർമ്മയുണ്ടോ? ആ സിനിമയിലെ മ്യൂസിക് എന്തിടണമെന്ന് ഇങ്ങനെ വരവ് കേട്ടോ, ആ മോഡലില്. പക്ഷെ അവരിട്ടില്ല, സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലേ, സ്ലോ മോഷൻ ആയിരുന്നോ? ഓക്കെ, ഒരു സിനിമ സ്റ്റൈലിൽ വരണമെന്ന് വിചാരിച്ചു. കാരണം മാത്രമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ വിജയകുമാർക്ക് എങ്ങനെ നിൽക്കുന്നു അറിയാൻ വേണ്ടി ഞാൻ ചാനലുകളൊക്കെ ഒന്ന് അടിച്ചു നോക്കി. എല്ലാവരും നമ്മുടെ ഒരു സംഭാവനയുണ്ട്, ചിരിയുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങൾ സാധാരണ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെ ഇന്ന് വളരെ സന്തോഷത്തോടെ, വളരെ ഇത് കയറി വാടാ മക്കളെ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുന്നവരാ പറഞ്ഞത് കേട്ടോ. നമ്മൾ ധന്യരായി. ഒരുപക്ഷെ മലയാള ടെലിവിഷനിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഞാൻ വിചാരിച്ചു മുണ്ടാന്ന് വിചാരിച്ചു. ഇപ്പൊ മനസ്സിലായി, മുണ്ടന്മാരല്ല. നമ്മുടെ ടെലിവിഷനിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥഗർഭമായ ചിരി. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കും. അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ അടുത്ത 5 കൊല്ലത്തെ തലവിധി, ഒരുപക്ഷെ ഇന്ത്യയുടെ വിധി ആരെഴുതും, അല്ലെ, ആരുടെ കരങ്ങളിലായിരിക്കും ഇന്ത്യ എന്ന് നമ്മൾ അറിയാൻ പോകുന്നു. വിജയകുമാർ, ഇവിടെ സ്ട്രോങ് റൂമുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എനിക്ക് ടെൻഷനില്ല. ഹാഷ്മി വന്നപ്പം തൊട്ട് ടെൻഷനാണ്, നെഞ്ചിടിപ്പാണ്, കണക്കായി പോയി. കുറച്ച് ദിവസമായിട്ട് അല്ലേ, നമ്മളെക്കാളും ടെൻഷനുള്ള ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അത് തന്നെയല്ലേ സ്ഥാനാർത്ഥികൾ. അതെ, നമ്മൾ പറയുന്നത് യാതൊരു ടെൻഷനും ഇല്ലാതെ ഇതിന് മുന്നിലിരിക്കണം എന്നുള്ളതാണ്. ഒരു ടെൻഷനും വേണ്ട. ഒരു പഴയ പോലെ 4-5 കൂടി കപ്പലണ്ടി വാങ്ങിച്ച് 5 കൂടി കപ്പലണ്ടി ആയിട്ട് ഒറ്റ ഇരിപ്പ് ഇരിക്കുക, കുറച്ച് കട്ടൻ കാപ്പി തിളപ്പിക്കുക, എന്നിട്ട് ഉച്ചയ്ക്ക് ഊണ കഴിച്ചോണം, അല്ലെ. ഇത് കാര്യം ഇത് ഒറ്റ പോക്കായിരിക്കും. ഒറ്റ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് എണ്ണാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു 4 മണി വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ടല്ലേ വിജയകുമാർ? അപ്പൊ 4 മണി വരെ ഇടതടവില്ലാത്തൊരു സംപ്രേഷണം. മാത്രമല്ല, ഈ നമ്മുടെ ഒരു സ്ക്രീനിൽ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കണ്ടു കാണും. ഇവർ രണ്ടുപേരും പറഞ്ഞു, ഒറ്റ സ്ക്രീനിൽ 20 മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. അതുപോലെ രാജ്യത്തെ ലീഡ് നില എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ ആവശ്യമുള്ള വിവരങ്ങളൊക്കെ യഥാസമയം അതിൻ്റെ വർണ്ണപ്പൊലിമയോടെ പ്രേക്ഷകരിലെത്തിക്കാൻ ഞങ്ങൾ സജ്ജം, നിങ്ങൾ റെഡിയാണ്. എനിക്കറിയാം, ലോകമെമ്പാടും ഇരുന്ന് ഒരുപാട് 24ന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊപ്പം അണിചേരുകയാണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ഒരു തെരഞ്ഞെടുപ്പ് സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഈ നെറ്റ്വർക്കിലെ 500ഓളം ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ 500 ആളുകളും അതിനപ്പുറം ലക്ഷക്കണക്കിന് പ്രേക്ഷകരും ഒന്നിച്ചുള്ള ഒരു അണിചേരൽ, അതാണ് ഇന്നത്തെ ദിവസം. വോട്ടെണ്ണൽ ദിനം അവിസ്മരണീയമായ ഒരു അനുഭവമാക്കി മാറ്റാൻ പ്രേക്ഷകരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ 3 പേരും സജ്ജം, നമ്മളെല്ലാവരും സജ്ജം. ഒന്നിച്ചുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അടിച്ച് പൊളിക്കുന്നു. പൊളിഞ്ഞു വീഴുമ്പോ വിജയ പിന്നെ താങ്ങാൻ നിൽക്കരുത്. എന്തോ പറഞ്ഞു, ഞാൻ കേട്ടില്ല. മാജിക് സ്ക്രീൻ, നമ്മുടെ റിപ്പോർട്ടിംഗ് മാജിക് ടീം, നമ്മളൊരു മാജിക് 3 മൊത്തം മാജിക് വേണോ? ഇനി പറയണ്ട. മാത്രമല്ല, നമ്മൾ ഈ അടുത്തിടെയായിട്ട് നമ്മൾ പരിശോധിച്ചപ്പോഴേ പലരും നമ്മോട് പറഞ്ഞല്ലോ, കുറച്ച് തള്ളൽ കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്, അത്രയും വേണമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ തള്ളിയെന്നിരിക്കും. ആരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു ദിവസം ഇനി വരാൻ നമ്മൾ 5 കൊല്ലം കാത്തിരിക്കണം, അല്ലേ? അതേസമയം തന്നെ നിങ്ങൾ സ്വീകരണ മുറിയിലും അതുപോലെ മൊബൈൽ ഫോൺ പിടിച്ച് പുറത്തൊക്കെ ചുറ്റി കിടക്കുമ്പോഴും ഇതൊരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആക്കാൻ ഈ നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്ക് ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഡെസ്കിൽ നിന്നുള്ള ഈ സംപ്രേഷണം ലോകത്തേക്കും ലോകത്തിന്റെ പുറത്തേക്കും ഒക്കെ വ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ടെലികാസ്റ്റ്, അൺഇന്ററപ്റ്റഡ് ടെലികാസ്റ്റ് ആക്കി മാറ്റാൻ നമ്മൾ യജ്ഞത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിനു വേണ്ടി നമ്മൾ സജ്ജമാവുകയായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. എത്ര മണിക്ക് ലോകത്തിന് പുറത്തേക്ക് പോകുന്നു പറഞ്ഞാൽ ശൂന്യാകാശത്ത് ആരെങ്കിലും എവിടെ കാണാൻ ഒരു 24 കാണുന്നത് നമ്മുടെ കൗണ്ടിംഗ് സ്റ്റേഷനുകൾ തുറക്കുന്നതാണ്. EVM-കൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും തുറക്കുകയാണ്. രാജ്യത്തിന് എല്ലാം തുറന്നു തുടങ്ങുകയാണ്.
അപ്പൊ അത് EVM-കൾ ആ മേശപ്പുറത്തേക്ക് വരാൻ പോകുന്ന SK ഞാൻ നേരത്തെ പറഞ്ഞു അത് EVM-കൾ അല്ല SK, അത് രാജ്യത്തിന്റെ ഹൃദയങ്ങളാണ്, പടപടാന്ന് പിടിക്കുന്ന അപ്പൊ ആ താളത്തിൽ 8 മണിക്ക് തുടങ്ങുന്നു, കൃത്യം 8:15 കൂടി നമ്മൾ കൃത്യമായി ഒരു അഹങ്കാരവും ഇല്ലാതെ, ജാടയില്ലാതെ, കള്ളമില്ലാതെ, കാപട്യമില്ലാതെ ആദ്യ സൂചന പ്രേക്ഷകരിലേക്ക് 8:15 ആദ്യ സൂചന. ഇവിടെ ഒരു ടാലി ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ NDAക്ക് ഒരു സീറ്റ് കൊടുത്തോ? തുടക്കത്തിലെ രാവിലെ ഇങ്ങോട്ട് വന്ന ഒരാളെ വിളിച്ചെടുത്ത് നമ്മള് സൂററ്റിൽ BJP സ്ഥാനാർത്ഥി ഒരു മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് സ്ക്രീനിന്റെ മുകളിലേക്ക് നോക്കുക, അവിടെ ഒരു സീറ്റ് NDA എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ എതിരില്ലാതെ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് കാണിച്ചിരിക്കുന്നത്. നമ്മള് കൈ നിട്ടതല്ല, പരാതി നമ്മൾ കൈ നിടും. നമ്മളെ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു. വെറുതെ കയറി ഇല്ല, ഇതിനകത്തൊന്നും കൈ ഇടാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നടക്കുന്ന കാര്യമല്ല അല്ലേ? 8 മണിക്ക് ഞങ്ങൾ എണ്ണത്തുള്ളൂ. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മുടെ മാരാർജി പോലെ അജീഷ് ജയവാന്ത് ഇപ്പോൾ പോണോ അങ്ങോട്ട് ഇത് ആശ്വിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയോ? ഓ കട്ടക്ക് അത്രയൊക്കെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയ മാത്രമല്ല എന്റെ പ്രശ്നം എന്തറിയോ, ഈ ഉറങ്ങുമ്പോ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകളൊക്കെ നമ്മുടെ തലച്ചോറിലേക്ക് എഴുന്നേറ്റ് വരിക. രാജ്മോഹൻ ഉണ്ണിത്ത ഇന്ന് വെളുപ്പിന് 3 മണിക്ക് വന്നേ, ഒരു കാര്യമില്ല, അണ്ണാ തുടങ്ങണ്ടേ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പൊ നമ്മൾ സംഭവം അതിങ്ങനെ ആലോചിച്ച് കണ്ടു, പല സ്ഥാനാർത്ഥികളും ഇങ്ങനെ തലച്ചോറിലൂടെ ഇങ്ങനെ കുതിര ഓടിച്ചു പോവുക. അവസാനം ഇടയ്ക്ക് ഒരു വലി എന്താ ചെയ്യ, തലച്ചോറെന്ന് പറഞ്ഞാൽ എന്ത് വേസ്റ്റ് ആക്കാൻ പറ്റാത്ത ചളവാക്കല്ലേ. അത് മാത്രമല്ല പ്രേക്ഷകരുടെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, പറഞ്ഞു ചളവാകരുത്. അത് ആ മുന്നറിയിപ്പാണ് ഇപ്പൊ നമ്മുടെ അവിടെ എവിടെ ചളവാകും എവിടെ ചളവാകത്തില്ല എന്നുള്ള അതിരേഖ അല്ലേ. അപ്പൊ ഒരു കാര്യം, യൂട്യൂബില് എപ്പോഴെങ്കിലും ചളവാകുന്ന സ്റ്റോപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ സ്റ്റോപ്പ് ചെയ്തിരിക്കും. കാര്യം പ്രേക്ഷകരാണ് നമ്മുടെ കരുത്തിന് കുതിരയുടെ കടിഞ്ഞാൻ അവസാനത്തെ വലി വലിച്ചോണം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.